നമസ്കാരം. അങ്ങനെ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം, അവിടെ തന്നെ കോർപ്പറേഷൻ ഭരണം. ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP ആണ് അവിടെ ഭരിക്കാൻ പോകുന്നത്. കൗൺസിലർമാരൊക്കെ സത്യപ്രതിജ്ഞയൊക്കെ ചെയ്യുകയായിരുന്നു ഇന്ന്. അവിടെ മാത്രമല്ല, കേരളത്തിൻ്റെ പലയിടങ്ങളിലും പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇതുപോലുള്ള ചടങ്ങുകൾ നടക്കുകയുണ്ടായി ഇന്നേ ദിവസം തന്നെ. പക്ഷേ തിരുവനന്തപുരത്തെ പറ്റി പറയുമ്പോൾ, തിരുവനന്തപുരത്ത് ഇങ്ങനൊരു ചടങ്ങ് നടക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ കഴിഞ്ഞ 40-45 വർഷത്തോളം ഭരിച്ചുകൊണ്ടിരുന്ന ആ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്ത് BJP ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ അംഗങ്ങൾ ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ട ഒരു വ്യക്തിയുണ്ട്. ഇവിടുത്തെ ഒരൊറ്റ മാധ്യമങ്ങൾ അയാളെപ്പറ്റി പറഞ്ഞിട്ടില്ല എന്ന് ഓർക്കുക. പക്ഷേ ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ തവണ ഇതേ സമയത്ത്, അതായത് 5 വർഷങ്ങൾക്ക് മുമ്പ് ആര്യ രാജേന്ദ്രൻ മേയറായി അവരുടെ കൂടെയുള്ള മറ്റ് കൗൺസിലർമാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി തിരുവനന്തപുരത്തിന് ഒരാളൊരു പുതിയ പേര് ചാർത്തി കൊടുത്തിരുന്നു. ആര്യാവർത്തം എന്നായിരുന്നു ആ പേര്. ആ പേരിട്ട് കൊടുത്ത മഹാനെ നിങ്ങൾക്കറിയാമോ? ഷിബുസ്വാമി എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ കളിയാക്കി വിളിക്കുന്ന, അല്ലെങ്കിൽ സ്വയം തീപിടിപ്പാനന്ദ സ്വാമി, ആ സ്വാമി എന്നൊക്കെ കളിയാക്കി വിളിക്കുന്ന സന്ദീപ് ആനന്ദഗിരിയായിരുന്നു ആ മഹാൻ. അയാൾ കഴിഞ്ഞ തവണ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പും മറ്റുമൊക്കെ നടക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകൾക്ക് വേണ്ടി, ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മുൻനിരയിൽ നിന്ന് പോരാടിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ആ സമയത്ത് സംഘികളുമായിട്ട് നിരന്തരം സംഘർഷം തന്നെയായിരുന്നു. ആ സമയങ്ങളിലായിരുന്നു ജയിച്ചതിന് ശേഷം സംഘികൾക്കെതിരെയുള്ള വ്യാപകമായ രീതിയിൽ അയാൾ കുറേ പോസ്റ്റുകളും മറ്റുമൊക്കെ ഇട്ടു. ഏറ്റവും പ്രായം കുറഞ്ഞ രീതിയിലൊരു മേയർ അവിടുത്തെ തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷൻ്റെ ഭരണ തലപ്പത്തേക്ക് വരുന്ന ആ സമയത്തൊക്കെ ഇനി തിരുവനന്തപുരത്തിൻ്റെ പേര് ആര്യാവർത്തം, അതായത് ആര്യ രാജേന്ദ്രൻ എന്നാണല്ലോ അവരുടെ പേര്. അത് വെച്ചിട്ട് ആര്യാവർത്തം എന്നായിരിക്കുമെന്നൊരു പേരൊക്കെ ഇട്ടുകൊടുത്ത് അതിൻ്റെ പേരിൽ ഞെളിഞ്ഞു നിന്നാണ് ഈ സ്വയം തീപിടിപ്പാനന്ദ അഥവാ സന്ദീപ് ആനന്ദഗിരി. പക്ഷേ ആ മാന്യനെ കുറേ നാളായിട്ട് കാണാനേ ഇല്ല. തെരഞ്ഞെടുപ്പുകൾ പലതും അത് കഴിഞ്ഞ് വന്നുപോയി, പക്ഷേ ഇയാളെ മാത്രം എങ്ങും കാണാനില്ല. സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ നേരത്തെ കണക്ക് ഒരു ആക്റ്റീവ് അല്ല. മാത്രമല്ല, ഇടതുപക്ഷങ്ങളോ സുഡാപ്പികളോ ഇയാളെ വലുതായിട്ട് ആഘോഷിക്കുന്നതും കാണുന്നില്ല. അയാൾ ആര്യവർത്തം എന്ന് പറഞ്ഞ് 5 വർഷം കഴിഞ്ഞപ്പോൾ ആര്യവർത്തം ഇപ്പോൾ ഇതാ സംഘസ്ഥാനായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്കിതിന് മുമ്പ് ഒരു MLA ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. അതേപോലെ തന്നെ ഇപ്പോൾ തൃശ്ശൂരിലൊരു MP ഉണ്ട്. പക്ഷേ ഇത് രണ്ടും ഓരോ വ്യക്തികൾ മാത്രമായിരുന്നു എങ്കിൽ ഇതാ ഇപ്പോൾ ഒരു ഭരണഘടന, അല്ലെങ്കിൽ ഒരു ഭരണപരമായിട്ടുള്ള ഒരു സംവിധാനം തന്നെ ഭരിക്കാൻ അവസരം കിട്ടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നേരത്തെ പാലക്കാടും പോലുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നുവെങ്കിലും തിരുവനന്തപുരം പോലെ ഈ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഭരണ സ്ഥിരാകേന്ദ്രങ്ങളൊക്കെ നിലകൊള്ളുന്നത് ഈ കോർപ്പറേഷൻ പരിധിക്കുള്ളിലാണ്. ഏതാണ്ട് 4ഓളം നിയമസഭാ മണ്ഡലങ്ങളും ഇതിൻ്റെ പരിധിയിൽ തന്നെയാണ്. അതിനാൽ തന്നെ അതിൻ്റെ ഭരണത്തിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്രട്ടേറിയറ്റും നിയമസഭയും ഉൾപ്പെടെയുള്ള സംഗതികളെല്ലാം ഈ പരിധിയിൽ തന്നെയാണ് എന്ന് വരുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് സംഘസ്ഥാനാക്കി മാറ്റുമ്പോൾ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്തിന് ആര്യാവർത്തം എന്ന പേരിട്ട ആ ആസാമിയെ മാത്രം ഒരിടത്തും കാണാനില്ല.